ഈ നല്ല സന്ധ്യാവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എല്ലാ വിശുദ്ധന്മാർക്കും ശ്രീ യേശുനാഥന്റെ നാമത്തിൽ ഉള്ള ക്രിസ്തീയ അഭിവാദനങ്ങളെ സ്നേഹത്തോടുകൂടെ അറിയിക്കുകയും ചെയ്യട്ടെ. നാൾ തോറും പ്രകാശമായി കൂരിരുളിന്റെ താഴ്വരകളിൽ ജീവന്റെ വെളിച്ചമായി നമ്മോട് കൂടെയിരിക്കുന്ന കർത്താവിന്റെ നാമത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഒരു മാസത്തിന്റെയും കൂടെ അവസാന ദിവസങ്ങളിലേക്ക് നാം അടുത്തു വരുന്നു. ദൈവത്തിന്റെ പരിപാലനങ്ങൾക്കായിട്ട് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം, അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ 7-ാമത്തെ സഭയായ ലവോദിക്കയോട് യേശുക്രിസ്തുവിന്റെ സംവാദമാണ് നാം ഇപ്പോൾ കാണുന്നത്. അതിൽ സഭയുടെ വ്യക്തിപരമായ അവകാശവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ നിലകളെ, അവസ്ഥകളെ തുറന്നു കാണിക്കുന്ന 8 വിധമായ അവസ്ഥകളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ലവോദിക്യ സഭയുടെ യഥാർത്ഥ നില അല്ലെങ്കിൽ അവരുടെ പരാജയം, അവരുടെ വീഴ്ച, അവരുടെ കുറവ്, പാപം എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. ഏതാണ്ട് ഇന്നത്തെ സഭകളുടെ അവസ്ഥകളോട് വളരെയധികം താദാത്മ്യമുള്ള, സാമ്യമുള്ള കാര്യങ്ങളാണ് ആ 8 കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഒടുവിലത്തേതും പ്രധാനപ്പെട്ടതുമായി നാം ചിന്തിച്ചത് ദൈവ സാന്നിധ്യത്തിൻ്റെ വേർപാടാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പിൻവാങ്ങലാണ്. സഭയിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ വേണ്ടതുപോലെ ആ കാര്യം അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പരിഹാരമായിട്ടോ മറുപടിയായിട്ടോ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു ഭാഗം യാക്കോബിന്റെ വാക്കുകളാണ്. അപ്പന്റെ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് അങ്കിളിന്റെ വീട്ടിലേക്ക്, അമ്മാച്ചന്റെ വീട്ടിലേക്ക് യാക്കോബ് ഏശാവിനെ ഭയന്ന് ഓടിപ്പോകുന്ന സമയത്ത് രാത്രിയിൽ മരുഭൂമിയിൽ അല്ലെങ്കിൽ കാട്ടിൽ കിടന്നുറങ്ങിയതും ഒക്കെ നമുക്കറിയാം. അവിടെ വെച്ച് തനിക്ക് ഒരു ദർശനം ഉണ്ടാകുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഓർമ്മയുണ്ടല്ലോ? അപ്പന്റെ ഭവനത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടെന്നാൽ അല്ല അല്ല അത് നേർച്ചയാ, അത് നേർച്ചയാ. ഓ, ഇവിടെ 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 ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്, ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് തന്നെ, അത് തന്നെ, അത് തന്നെ. സ്തോത്രം. യാ, I didn't know that this is Bethel. This is the house of God. ഇത് ദൈവത്തിന്റെ ഭവനമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം. യഹോവ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട്. സത്യം, ഞാനോ അതറിഞ്ഞില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ ചിന്തിച്ച ദൈവ സാന്നിധ്യത്തിന്റെ നഷ്ടം, പിൻവാങ്ങൽ,
അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പലരും ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ദൈവം ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ എന്ന ഒരു നിലപാട്. അത് ദൈവത്തിന്റെ സർവവ്യാപിത്വത്തോട് ഒക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഉദാഹരണങ്ങളും ആൾക്കാർ പറയാറുണ്ട്, വൈഫൈയുടെയും ഓക്സിജന്റെയും ഒക്കെ. വൈഫൈ ഇവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് പാസ്വേഡും ഒക്കെ ഉണ്ടെങ്കിലേ കണക്ട് ആകത്തുള്ളൂ. നമ്മുടെ മൊബൈലിൽ അല്ലെ നമ്മുടെ ഡിവൈസിൽ അത് കണക്ട് ആകുന്നില്ലെന്ന് വിചാരിച്ച് വൈഫൈ ഇല്ലെന്ന് പറയരുത്. അതുപോലെ ഓക്സിജൻ, നമ്മുടെ ചങ്കും കരളും ഒന്നും ചൊവ്വേ പ്രവർത്തിക്കാത്തത് കൊണ്ട് നമുക്ക് ശ്വാസമെടുക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഓക്സിജന്റെ ഒരു അഭാവവും ഇവിടെ ഇല്ല എന്ന നിലകളിലൊക്കെ ദൈവ സാന്നിധ്യത്തെ പലരും ഉപമിച്ചു പറയാറുണ്ട്. അത് ദൈവത്തിന്റെ സർവവ്യാപിയായ സാന്നിധ്യത്തോട് ഒക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ഇന്നലെ ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ പുറപ്പാട് പുസ്തകത്തിലും യഹസ്കേലിലും യിരെമ്യാവിലും ഒക്കെ കണ്ടതുപോലെ, ഇപ്പോൾ വെളിപ്പാട് 3:20 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ വ്യക്തിപരമായ ദൈവ സാന്നിധ്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദൈവീക വിശുദ്ധിയിലും ദൈവീക കൂട്ടായ്മയിലും കഴിയുന്ന വ്യക്തികൾക്ക് എവിടെയും ദൈവ സാന്നിധ്യം അതിന്റെ സമൃദ്ധിയിൽ അനുഭവിക്കുവാൻ സാധിക്കും, തടസ്സമില്ല. അത് വ്യക്തിപരമാണ്. എന്നാൽ ഒരു സഭാമധ്യയെ, ഒരു സഭയിൽ, ഒരു പ്രാദേശിക സഭയിൽ കർത്താവ് ഉണ്ടായിരിക്കുക എന്നതും ആ സഭയിലെ ഒരു വ്യക്തി ദൈവകൃപയിൽ നിൽക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വ്യക്തി ദൈവ സാന്നിധ്യത്തെ വ്യക്തിപരമായി അനുഭവിക്കുക എന്നതും രണ്ടും രണ്ടാണ്. സ്തോത്രം. ഇന്നലെ നമ്മൾ ഒടുവിൽ വായിച്ച യിരെമ്യാവ് 14:8-9 തന്നെ ഇസ്രായേലിന്റെ ഒരു ദേശീയമായ കൂട്ടായ അവസ്ഥയെ കുറിച്ചാണ് യിരെമ്യാവ് അവിടെ പറഞ്ഞത്. ഒരു പരദേശിയെ പോലെയും ഒരു വഴിപോക്കനെ പോലെയും മാത്രം ദൈവസാന്നിധ്യത്തിന്റെ വളരെ ലോലമായ, നിരന്തരമല്ലാത്ത ഒരനുഭവം ദേശത്ത് ഇസ്രായേലിൽ അവർ അനുഭവിച്ചെങ്കിലും യിരെമ്യാവ് എന്ന വ്യക്തിക്കോ അങ്ങനെയായിരുന്നോ? അല്ല. യിരെമ്യാവ് എന്ന വ്യക്തിക്ക് ദൈവസാന്നിധ്യത്തെ അതിന്റെ ഘനത്തോടുകൂടെ തന്നെ അനുഭവിക്കുവാൻ എല്ലാ സമയത്തും കഴിയും. എല്ലാ സമയത്തും കഴിയും. അങ്ങനെ ഏത് ഭക്തന്റെ കാര്യം എടുത്താലും ദൈവസാന്നിധ്യം വ്യക്തിപരമായി അവർക്ക് എപ്പോൾ വേണമെങ്കിലും അനുഭവിക്കാം. നാമും ദൈവവുമായുള്ള ബന്ധം ഇടമുറിയാത്തതാണെങ്കിൽ. എന്നാൽ സഭ എന്ന നിലയിൽ, കളക്റ്റീവായി, സമൂഹം എന്ന നിലയിൽ മൊത്തമായി ഉള്ള കാര്യമാണ് ഈ സാന്നിധ്യത്തിന്റെ നഷ്ടം അല്ലെങ്കിൽ പിൻവാങ്ങൽ എന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ വേദപുസ്തകം പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. അതായത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ഒരു പ്രാദേശിക സഭയിൽ ചില വ്യക്തികൾക്ക് ദൈവസാന്നിധ്യത്തെ അപ്പോഴും ആഴത്തിലും സമൃദ്ധമായും അനുഭവിക്കുവാൻ കഴിയും. സംശയമില്ലല്ലോ അതില്. സ്തോത്രം. കാരണം ആത്മീയത, ക്രിസ്തീയ ആത്മീയത വ്യക്തിപരമാണ്,
ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം വ്യക്തിപരമാണ്. എന്നാൽ ഒരു സഭ എന്ന നിലയിൽ ദൈവത്തെ അനുസരിപ്പാൻ കഴിയാതെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാതെ വരുമ്പോൾ, നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതുപോലെ ബഹുഭൂരിപക്ഷം ദൈവത്തിൽ നിന്നും അകന്നു മാറുമ്പോൾ, നേതൃത്വം ഉൾപ്പെടെ ഉള്ളവർ കർത്താവിനെ വിട്ടുകളയുമ്പോൾ സംഗതി മാറും. അതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ലവോദിക്യ സഭയുടെ യഥാർത്ഥ അവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിച്ച 8 കാര്യങ്ങൾ. അവയിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ വേണമെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഒന്നുമില്ലെന്ന് മനസ്സിലാക്കട്ടെ. പാസ്റ്ററെ, വ്യക്തിപരമായിട്ടുള്ളതും നമുക്ക് ആ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആ വ്യക്തിപരമായിട്ടുള്ളത് ചർച്ചിൽ ആ പ്രസൻസ്, ഗോഡ്സ് പ്രസൻസ് കൊണ്ടുവരാൻ സാധിക്കുമോ? നല്ല ചിത്രം ഇന്നലെ നമ്മൾ വായിച്ച പുറപ്പാട് 33-ാം അധ്യായത്തിലുണ്ട്. മോശയ്ക്ക് ദൈവം തന്റെ സാന്നിധ്യം കൊടുക്കുന്നതിന് ഒരു പിണക്കും ഇല്ലായിരുന്നു. പക്ഷേ മോശയുടെ ദൈവത്തോടുള്ള ആ ബന്ധം ഇസ്രായേൽ മക്കൾ ആയി ബന്ധപ്പെട്ട് ദേശീയമായി, കൂട്ടമായി ആപ്ലിക്കബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഞാൻ നടക്കില്ല, നിങ്ങളെല്ലാം കൂടെ പോക്കോ. മോശയോട് ദൈവത്തിനൊരു പിണക്കും ഉണ്ടായിരുന്നില്ല. 32-ാം അധ്യായത്തിൽ പുറപ്പാട്, എക്സോഡസ് 32, പുറപ്പാട് 32-ാം അധ്യായത്തിൽ ദൈവം മോശയോട് പറയുന്നുണ്ട്, നീ എന്നെ വിടുക, ഇവർ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം ഞാൻ ഇവരെ നശിപ്പിച്ചു കളയും, എന്നാൽ നിന്നെയോ ഞാൻ ഒരു വലിയ ജാതിയാക്കും. അപ്പോഴാണ്, അതിന്റെ തുടർച്ചയായിട്ടാണ് 32-ാമത്തെ വാക്യത്തിൽ വന്നപ്പോ മോശ പറഞ്ഞത്, എന്റെ കർത്താവേ, അങ്ങനെ ചെയ്യല്ലേ, ഇവരുടെ പാപം നീ ക്ഷമിക്കണേ. ഇവരോട് പാപം ക്ഷമിക്കുന്നില്ലെങ്കിൽ ഇവരില്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ട എന്ന് മോശ ദൈവത്തോട് പറയുക. ഞാനീ പറഞ്ഞത് അതിന്റെ 10-ാമത്തെ വാക്യമാണ്. 9-ഉം 10-ഉം വാക്യം ഒന്ന് വായിച്ചോളൂ. പുറപ്പാട് 32-ന്റെ 9-ഉം 10-ഉം. ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനം ആകുന്നു എന്ന് കണ്ട്, അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. മോശയോട് ദൈവം പറയുക, നീ എന്നെ വിടാൻ. മോശ പിടിച്ചു വെച്ചേക്കുമായിരുന്നു ദൈവത്തെ. ഇവിടെ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. ഈ ജനം ദുശാഠ്യമുള്ള ജനം. 33-ന്റെ 3-ൽ പറഞ്ഞ അതേ കാര്യം 32-ന്റെ 9-10 പറയുന്നു. ഇവർ ദുശാഠ്യമുള്ള ജനം. They are the people of Israel, including Aaron, the older brother of Moses, and the very high priest of the people of Israel. So including Aaron, people of Israel, God says, are a stubborn people. ദുശാഠ്യമുള്ള, പെടലി ഉളുക്കിയ ജനമാണെന്ന്. ഫ്രോസൺ നെക്കുള്ള, തിരിയത്തില്ല, വഴങ്ങത്തില്ല.
അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇവരെ ദഹിപ്പിച്ചു കളയും. 33:3 നമ്മൾ കണ്ടു, ഞാൻ ഇവരുടെ നടുവിൽ നടക്കില്ല, ഞാൻ ഇവരെ ദഹിപ്പിച്ചു കളയും. പക്ഷേ മോശെ, നിന്നെ ഞാൻ ആരാക്കും? ഒരു വലിയ ജാതിയാക്കും. എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ വിളിച്ച വിളി അബ്രഹാമിൽ നിന്ന് മോശയിലേക്ക് മാറ്റുമെന്ന് അതിന്റെ അർത്ഥം. മോശയിൽ നിന്നുള്ള ഒരു തലമുറയെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തും എന്നർത്ഥമാണ് അവിടെ. പക്ഷെ മോശ അതിന് നിന്നുകൊടുത്തില്ല. ദൈവം മുമ്പാകെ ഇന്റർസീഡ് ചെയ്യുക, മധ്യസ്ഥത അണയ്ക്കുക. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ദ ഗ്രേറ്റസ്റ്റ് എവർ ഇന്റർസെസർ വാസ് മോസസ്. മോശ എന്ന മധ്യസ്ഥനെയാണ് നാം ഇവിടെ കാണുന്നത്. താൻ തന്നെ ഒരു വലിയ ജാതിയായി തീർക്കപ്പെടും എന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തെ, വേണ്ട കർത്താവേ ഈ ജനത്തോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പറഞ്ഞതിന്റെ സാരം, മോശയ്ക്ക് അപ്പോഴും ദൈവ സാന്നിധ്യം നഷ്ടമായോ? ഇല്ല. അനുസരണം കെട്ട മത്സരികളായ ദുശാഠ്യമുള്ള ഇസ്രായേലിൽ നിന്ന്, ജനതയിൽ നിന്ന് ദൈവം തിരുസാന്നിധ്യത്തെ തിരിച്ചു വിളിക്കുമ്പോൾ മോശയ്ക്ക് അത് ബാധകം ആയിരുന്നില്ല. മോശയെ ദൈവം മാറ്റി നിർത്താനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രാദേശിക സഭയിൽ എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ആഴമായി അനുഭവിക്കുവാൻ ഒരു കുറവുമില്ലാതെ പറ്റുന്നുണ്ടെങ്കിലും അത് നിമിത്തം എൻ്റെ അടുത്തിരിക്കുന്നവർക്കും സഭയിൽ മൊത്തമായും ആ സാന്നിധ്യം അതേപോലെ ഉണ്ടാകണം എന്ന് ഇല്ല. എന്നാൽ മോശ ചെയ്തതുപോലെ, യിരെമ്യാവ് ചെയ്തതുപോലെ, യെഹെസ്കേൽ ചെയ്തതുപോലെ ആ സാന്നിധ്യം നഷ്ടപ്പെട്ട ജനത്തിന്റെ നടുവിൽ തിരുസാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ വ്യക്തികൾ ദൈവത്തിന്റെ പകരക്കാരായി വീണ്ടും ഈ ജനത്തോട് ഇടപെട്ട് അവർ വചനം അനുസരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ ദൈവവും അവരിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണ്. അതാണ് നാം പിന്നീട് 33:15 മുതൽ കാണുന്നത്. പുറപ്പാട് 33:15 മോശ ദൈവത്തോട് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് ദൈവം പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. You have found favor in my eyes. I have known you personally and intimately. I have mercy upon you. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുക, ഞാൻ നിന്നോട് മനസ്സലിഞ്ഞിരിക്കുക. അപ്പോഴാണ് മോശ പറയുന്നത്, നീ എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ, അത് നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുത്. മോശയുടെ ആ പ്രാർത്ഥനയിൽ ദൈവം മനസ്സലിയുന്നു. കൂടാതെ അവർ ചെയ്ത പാപത്തിന് മോശ ശിക്ഷ വിധിക്കുന്നു ദൈവത്തിന്റെ പകരക്കാരനായി. ലേവ്യ ഗോത്രം മുഴുവനും കൂടെ ഇസ്രായേലിന്റെ പാപത്തിനെതിരെ തിരിയുന്നത് നാം കാണുന്നുണ്ട്. അങ്ങനെ ഒരു വിൻഡിക്കേഷൻ അവിടെ നടക്കുന്നു. ദൈവം അവരുടെ പാപത്തിന് അവരെ ശിക്ഷ വിധിക്കുന്നു. ആ നിലയിൽ അവർ മാനസാന്തരപ്പെട്ടു വന്നപ്പോൾ മോശയുടെ അപേക്ഷയും കൂടെ പരിഗണിച്ച് ദൈവം തന്റെ സാന്നിധ്യം പിന്നെയും അവർക്ക് നൽകുന്നു. ഇതുപോലെ നാം ഒരു വ്യക്തിയാണ് സഭയിൽ തിരുസാന്നിധ്യം അനുഭവിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിലൂടെ ദൈവം സഭയോട് ഇടപെട്ടുകൊണ്ടിരിക്കും.
ആ ഇടപെടുന്ന കാലത്ത് സഭ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ ആ ദൈവ സാന്നിധ്യം ആ സഭയിലേക്ക് മടങ്ങി വരികയും അവർക്ക് അനുഭവിക്കുകയും ചെയ്യാൻ സാധിക്കും. വ്യക്തമായല്ലോ? സഭയുടെ അല്ലെങ്കിൽ പ്രവൃത്തികളാണോ പാസ്റ്റർ തിരിച്ചറിയുന്നത്? സഭയുടെ പ്രവൃത്തികൾ വെച്ചാണോ തിരിച്ചറിയുന്നത് ദൈവ സാന്നിധ്യം? പറയാം. ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ തെളിവ് എന്തുവാ? അതും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്ന് ഓർത്തെടുത്താൽ മതി. What is the utmost proof of the presence of God? How can we know God is with us? ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഒന്ന്, ദൈവം നമ്മോട് സംസാരിക്കും. പേഴ്സണൽ ഇന്റർവെൻഷൻ ഉണ്ട്, പേഴ്സണൽ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതൊരു കാര്യമാണ്. പാപബോധം ഉണ്ടാകുന്നതാണോ? സ്തോത്രം. യെസ്, ഓഫ് കോഴ്സ്. ദാറ്റ് ഈസ് ദ utmost thing. Holiness, rather an uncompromising demand for personal holiness. Wherever there was God present, this was there, an uncompromising, strict and serious demand for personal holiness, personal sanctity. ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളം, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ, അനുരഞ്ജനമില്ലാത്ത വ്യക്തിപരമായ വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. കേവലം സൽപ്രവർത്തികളല്ല, കേവലം ലീഗലിസ്റ്റിക് ആയിട്ടുള്ള വെറും ഉപദേശങ്ങളല്ല, പക്ഷേ ദൈവം എവിടെ ഹാജരാണോ, നമ്മളിപ്പോ ചിന്തിക്കുന്നത് പോലെയുള്ള പ്രസൻസ്, ഒമ്നി പ്രസൻസ് അല്ല, അതല്ലാതെയുള്ള വ്യക്തിപരമായ ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ദൈവം തന്നോട് അടുത്തു വരുന്നവർ വിശുദ്ധരായിരിക്കണം എന്നുള്ള അനുരഞ്ജനമില്ലാത്ത ഒരാഹ്വാനം നടത്തും. വേറെ ആരും ഒന്നും പറയണ്ട, അടുത്തു വരുന്നവർക്ക് തന്നെ തങ്ങൾ എവിടെയെല്ലാം തെറ്റിയിരിക്കുന്നു എന്ന പാപബോധമുണ്ടാകും. അവരവർക്കുണ്ടാകാത്ത പക്ഷം അവിടെയുള്ള ദൈവ സാന്നിധ്യം അവരെ വിവേചിക്കും, ഡിസേൺ ചെയ്യും. ആ പാപബോധം നിമിത്തം അവർ വിശുദ്ധീകരണത്തിലേക്ക് വരും. ഏറ്റവും ആദ്യത്തെ ഉദാഹരണം, ആദ്യത്തെ എന്നല്ല, നമുക്ക് വളരെ തെളിവായി നിൽക്കുന്ന ഉദാഹരണം, ഈവൻ ഏദനിൽ തന്നെ നോക്കിക്കോളൂ. ഇന്നലെ നമ്മൾ കണ്ട ജെനസിസ് ചാപ്റ്റർ 3, 33-ാം അധ്യായത്തിൽ പാപം ചെയ്ത ആദം ഹൗവമാർ ദൈവം പറഞ്ഞിട്ടാണോ അവർ ഓടി ഒളിച്ചത്? അല്ല. ദൈവത്തിന്റെ കാലൊച്ച കേട്ട അവർക്ക് തങ്ങൾ പാപം ചെയ്തു എന്ന തിരിച്ചറിവുണ്ടായിട്ട് അവർ ഭയപ്പെട്ട് ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മോശയുടെ കാര്യം തന്നെ എടുക്കുക. കത്തുന്ന മുൾപ്പടർപ്പ്, ദ ബേണിംഗ് ബുഷ്. ഒന്നും അറിയാതെ ജിജ്ഞാസയോടെ ഇതെന്താണെന്ന് അറിയാൻ അടുത്തു വരുന്ന മോശയോട്
ദൈവസാന്നിധ്യം എന്തോ ആദ്യം ആവശ്യപ്പെട്ടത്? കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളഞ്ഞാൽ. നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാണ്, അതുകൊണ്ട് കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു കളയുക. യോശുവയോടും അത് തന്നെ പറയുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പൊതുവെ ദൈവസാന്നിധ്യത്തിൽ കാണുവാൻ സാധിക്കുന്നത് ജനത്തിനുണ്ടാകുന്ന പാപബോധമാണ്. അവർക്ക് ആ പാപബോധം സ്വയമായി ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവം ആ സാന്നിധ്യം അവരോട് അത് ആവശ്യപ്പെടുന്നു. So the utmost proof of the presence of God is this: either the approaching, the nearing people will be convinced of their own personal unholiness and they will cry out in repentance and they will renounce their sins, personal sins, and cry out for personal sanctification and forgiveness. They will receive it. As in the case of, there are so many people there. Yeah, Isaiah is the best example in chapter 6. In the New Testament, we see Simon Peter, the fisherman, whose boat was hired by Jesus for an open-air meeting at the seashore. Afterwards, Jesus said, cast your net there, and they had a very huge catch. Afterwards, soon after the catch, soon after that miracle, Simon Peter knelt down and pleaded to the Lord, please leave me alone, I am a sinful man. Jesus did not tell him, but when he felt Jesus' presence, അപ്പോൾ ഒന്നുകിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിമിത്തം അടുത്തു വരുന്നവർക്ക് സ്വയം പാപബോധമുണ്ടാകും, വിശുദ്ധീകരണത്തിനായി അവർ അലറി വിളിക്കും. നല്ല ഉദാഹരണമാണ് യെശയ്യാ 6. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അശുദ്ധിയുള്ള അല്ലെ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്നും പറഞ്ഞ് അവൻ നിലവിളിക്കുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. പുതിയ നിയമത്തിൽ ശിമോൻ പത്രോസിന്റെ പടകിൽ യേശു കയറി, പ്രസംഗമൊക്കെ കഴിഞ്ഞു, ഓപ്പൺ എയർ മീറ്റിംഗ് കഴിഞ്ഞു, വല ഇന്നിടത്തേക്ക് ഇടാൻ പറയുന്നു, പെരുത്ത മീൻകൂട്ടം കിട്ടുന്നു. സ്തോത്രം പറയുന്നതിന് പകരം ശിമോൻ പത്രോസ് യേശുവിന്റെ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്നു, താൻ മുട്ടുമടക്കി പറയുന്നു, ഞാൻ പാപിയായ മനുഷ്യനാ, എന്നെ വിട്ടുപോണേ. അപ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ ഒന്നാമത്തെ തെളിവ് വാക്കും ഭാഷണവും ഇല്ലാതെ വ്യക്തികൾക്ക് വ്യക്തിപരമായി പാപബോധം കൊടുക്കുകയും ഒരു വിശുദ്ധീകരണത്തിന്റെ ഉയർന്ന തലത്തിലേക്ക് എത്തുവാനുള്ള അഭിവാഞ്ച നൽകുകയും ചെയ്യും. ഇല്ലെങ്കിൽ otherwise the second option is the very presence will demand for sanctification in personal lives. വ്യക്തിപരമായി മോശയോട് പറഞ്ഞതുപോലെ, യോശുവയോട് പറഞ്ഞതുപോലെ, സക്കായിയോട് പറഞ്ഞതുപോലെ ഒക്കെ വ്യക്തിപരമായ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ സാന്നിധ്യം അങ്ങോട്ട് ആവശ്യപ്പെടും. ഇത് രണ്ടും ഇല്ലെങ്കിലോ ആദാം ഹവ്വമാരെ പോലെ ഓടിപ്പോകും, ഒളിച്ചിരിക്കും. അതുമല്ലെങ്കിൽ അനന്യ സഫീറമാരെ പോലെ ഛേദിക്കപ്പെടും. പഴയ നിയമത്തിലെ ശൗലിനെ പോലെ ദൈവം തള്ളിക്കളയും. യൂദായെ പോലെ ദൈവത്തിൽ നിന്നും ഓടി അകന്ന് സാത്താന്റെ
ഇഷ്ടത്തിന് സ്വയം സമർപ്പിക്കും. മറ്റെന്തിനേക്കാളും ദൈവ സാന്നിധ്യത്തിന്റെ തെളിവ് ഈ വിഷയത്തിലാണുള്ളത്. സ്തോത്രം. കയ്യനെ ദൈവം തള്ളിക്കളയായിരുന്നു. ലൂക്കോസ് 7-ാമത്തെ അധ്യായത്തിൽ ഒരു സ്ത്രീയുണ്ട്. യേശു ഒരു ശിമോന്റെ വീട്ടിൽ ഊണിന് ക്ഷണിച്ചിട്ട്, നമ്മുടെ ഭാഷയാണ് ഊണിനെന്ന്, വിരുന്നെന്ന ബൈബിൾ പറയുന്നത്, വിരുന്നിന് യേശു പോയി ശിഷ്യന്മാരുമൊത്ത്. അവിടെ ഒരു പാപിനിയായ സ്ത്രീ വന്നു. ശിമോൻ വിളിച്ചിട്ട് വന്നതല്ല, യേശുവും ശിഷ്യന്മാരും ആരും വിളിച്ചിട്ട് വന്നതല്ല. അവൾ എങ്ങനെയോ അറിഞ്ഞുകൊണ്ട് അവിടെ വന്നു. പക്ഷെ ആരും ഒന്നും പറയാതെ അവൾ അനുതാപത്തിന്റെ കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ കഴുകി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്താ സംഭവിച്ചത്? The presence of Jesus gave her true repentance. ദൈവത്തിന്റെ സാന്നിധ്യം, ക്രിസ്തുവിന്റെ സാന്നിധ്യം അവർക്ക്, ആ സ്ത്രീക്ക് യഥാർത്ഥ അനുതാപവും മാനസാന്തരവും കൊടുത്തു. നമ്മുടെ ഇടയിലും അതാണ് വേണ്ടത്. ബഹളങ്ങളല്ല, കരിസ്മയല്ല ദൈവ സാന്നിധ്യത്തിന്റെ ഒന്നാമത്തെ അടയാളം. അതുണ്ടാകും, പക്ഷേ അതല്ല ആത്യന്തികമായ അടയാളം. Not a revival, a charisma as such, the utmost proof of the presence of God. There can be very, what do you say, charismatic movements and moments even without the presence of God. ദൈവസാന്നിധ്യം ഒന്നും ഇല്ലാതെയും ഭയങ്കര ഉണർവും ബഹളവും ഒക്കെ സംഭവിക്കാം. ഒന്ന് ശമൂവേൽ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഫെലിസ്തീനുമായിട്ടുള്ള ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ഏലിയുടെ മക്കൾ പെട്ടകം പാളയത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ആർക്ക് ഓഫ് ദ കവനന്റ്, നിയമപെട്ടകം കൊണ്ടുവന്നു. ഭൂമി കുലുങ്ങുമാർ ഇസ്രായേൽ ആർപ്പിട്ടു. പക്ഷെ വല്ലതും നടന്നു? ശബ്ദം ഉണ്ടായെന്നേ ഉള്ളൂ. പെട്ടകം പിടിക്കപ്പെട്ടു. ഇസ്രായേൽ തോറ്റു. ഏലി മരിച്ചു. ഏലിയുടെ 2 മക്കൾ മരിച്ചു. ഈ ഖാബോദ് ജനിച്ചു. നമുക്കറിയാം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പറഞ്ഞത് കരിഷ്മ ഈസ് നോട്ട് ദ വെരി പ്രൂഫ് ഓഫ് ഗാഡ്സ് പ്രസൻസ്. ഒന്നുകിൽ പാപബോധവും മാനസാന്തരവും, അല്ലെങ്കിൽ ഛേദനം, കർത്താവിന്റെ ശിക്ഷ. ആ ഒരു തെളിവ് നമ്മുടെ ഇടയിലും ഈ നാളുകളിൽ തിരുസാന്നിധ്യത്തിൻ്റെതായിട്ടുണ്ടാവണം. ആരെയും വിവേചിക്കണ്ട. സ്വയം പാപബോധമുണ്ടായിട്ട് കരഞ്ഞ് നിലവിളിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ഉപേക്ഷിച്ച് വന്നാൽ മതി. പക്ഷെ ഇന്ന് ഭയങ്കര ഉണർവും അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്തില്ല? പാപബോധം ഉണ്ടാവുന്നില്ല. വിശുദ്ധീകരണത്തിനായിട്ടുള്ള ആഹ്വാനം നടക്കുന്നില്ല. അവിടെയാണ് നമുക്ക് ദൈവസാന്നിധ്യത്തിന്റെ തെളിവ് എന്നതിൽ സംശയമുളവാകുന്നത്. ഞാൻ പാർക്കുന്ന പട്ടണത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന സഭ, വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന കുടുംബം, വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന, എനിക്ക് ബന്ധം എന്ന് പറഞ്ഞാൽ
രക്തബന്ധമൊന്നുമല്ല, അല്ലാതെ പരിചയവും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്ന ബന്ധമുള്ള വ്യക്തികൾ ആ സഭയിലെ കൊയർ മാസ്റ്റർ ആയിരുന്നു. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ വർഷിപ്പ് ലീഡർ ആയിരുന്നു ഈ കക്ഷി, ഞാൻ ഉദ്ദേശിക്കുന്ന കക്ഷി. വർഷിപ്പ് ലീഡർ. പക്ഷേ എല്ലാ ഞായറാഴ്ചയും ഉപവാസ പ്രാർത്ഥനയ്ക്കും ഒക്കെ ആത്മാവിനെ ഇറക്കുന്ന ഈ പുള്ളി അവിഹിത ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നയാളാ. He had an illegitimate relationship with another person while he was having his wife and children with him. ഒരിക്കൽ പോലും ഈ പുള്ളിക്ക് പാപബോധം ഉണ്ടായില്ല. ഇവൻ പാപബോധമില്ലാതെയും അനുതാപമില്ലാതെയും ഇതെല്ലാം ചെയ്തിട്ടും ആരും വിവേചിച്ചില്ല. ഒരു തരത്തിലും ആ പുള്ളിക്ക് വിശുദ്ധീകരണത്തിനായിട്ടുള്ള ആഹ്വാനം ലഭിച്ചില്ല. ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ ഏറ്റവും അധികമായി ചെയ്യുന്നത് ഇതാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഞാനിപ്പം ഡോക്ടർ സാജുവിനെ വിവേചിച്ച് നീ പാപം ചെയ്ത് വന്നിരിക്കുകയാടാ, ഇന്നതാടാ എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ തിരുസാന്നിധ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഞാൻ അറിയാതെ, പ്രസംഗകരറിയാതെ, പാട്ടുകാരറിയാതെ, പ്രവാചകരറിയാതെ അദ്ദേഹത്തിന് തന്നെ ഈ സാന്നിധ്യം പാപബോധം കൊടുത്തുകൊണ്ടിരിക്കും. അതിനോട് അദ്ദേഹം മറുതലിക്കുകയാണെങ്കിൽ മാത്രമേ മറ്റൊരാളിലൂടെ അദ്ദേഹത്തെ വിവേചിച്ച് മറ്റൊരു വ്യക്തിയിലൂടെ പാപബോധം കൊടുക്കും. അതും ആദ്യം നേരിട്ട് പറയത്തില്ല, തലേ കൈവച്ചും പേര് വിളിച്ചും ഒന്നും പറയത്തില്ല. ഈ പറയുന്ന ആളിന് പോലും തിരിച്ചറിയാൻ ഒക്കാത്തത് പോലെ, ഇത് ചെയ്ത ആളിന് മാത്രം മനസ്സിലാകുന്നത് പോലെ ദൈവാത്മാവ് സംസാരിക്കും. അതുമൊക്കെ കഴിഞ്ഞ് പിന്നെയും മത്സരിച്ചു പോവുകയാണെങ്കിൽ മാത്രമേ ആളിനെ എന്ത് ചെയ്യത്തുള്ളൂ? പരസ്യപ്പെടുത്തുള്ളൂ. ആ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ട് ആ ചിലരൊക്കെ പറയുന്നത് തിരുസാന്നിധ്യം ഇല്ലാതിരിക്കുന്ന നമുക്ക് നല്ലതെന്ന്. കാര്യം എന്താ? ജീവിച്ചു പോവും. കുറെയൊക്കെ ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തിയും നെഞ്ചു വിരിച്ചും നടക്കാനും പറ്റും, ജീവിച്ചിരിക്കാനും പറ്റും. ഈ സാന്നിധ്യം ഇതുപോലെ അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങിയാലോ? കാര്യം മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് പറയുന്നത് ഇതില്ലാത്തതാ നല്ലതെന്ന്. അത് തന്നെയാണല്ലോ ഇന്നലെ 33-ന്റെ 4-ലും 5-ലും നമ്മൾ വായിച്ചത്. പുറപ്പാട് 33-ന്റെ ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ ഞാൻ നിങ്ങളെ നശിപ്പിച്ചു കളയും. സ്തോത്രം. വ്യക്തമായോ? ഓക്കെ, സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആവർത്തിക്കട്ടെ. പണ്ട് ഒരു ദൈവദാസൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടതാണ്. ഒരു സഭയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോ പറഞ്ഞതാണ്. ഒരു സഭയിലെ സഭായോഗം നടക്കുന്നു. സഭായോഗത്തിന്റെ ഒടുവിൽ തിരുവത്താഴത്തിന്റെ ശുശ്രൂഷ. തിരുവത്താഴ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് തിരിച്ചു വിളിച്ചെന്ന്. പരിശുദ്ധാത്മാവെ നീ ഇങ്ങ് പോരാൻ പറഞ്ഞു. സഭയിൽ നിന്നും പോരുന്നേക്കാൻ.
പരിശുദ്ധാത്മാവ് പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട്, ഇതൊരു ഭാവനയാണേ, ചെന്നിട്ട് ചോദിച്ചു, പിതാവേ, പുത്രന്റെ മരണത്തെക്കുറിച്ച് ഓർക്കുകയൊക്കെ ചെയ്യുന്ന ഈ മഹൽ ശുശ്രൂഷ സമയത്ത് എന്താ അങ്ങനെ ഇങ്ങ് തിരിച്ചു വിളിച്ചേ? ഈ ഭാവന വെക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് അറിവില്ലെന്നൊക്കെ ചിന്തിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഭാവനയാ, ആ പാസ്റ്ററിന്റെ ഭാവനയാ, അതിലെ ഒരു സന്ദേശം മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ പിതാവ് പറഞ്ഞെന്ന അദ്ദേഹത്തിന്റെ ഭാവനയിൽ പറഞ്ഞത്, ഇനിയും നീ അവിടെ നിന്നാൽ ഈ അപ്പം കൊടുക്കുന്നവനും എടുക്കുന്നവനും അവിടെ ചത്തുവീഴും. അതുകൊണ്ട് നീ ഇങ്ങ് പോരെ. അവര് അപ്പമൊക്കെ കൂടെ പിച്ചിപ്പറിച്ച് തിന്ന് വീഞ്ഞും കുടിച്ചിട്ട് പോട്ടെ. മാനസാന്തരപ്പെടാൻ അവസരം കിട്ടി, ഈ നീട്ടിക്കിട്ടുന്ന സമയത്തിനകം മാനസാന്തരപ്പെടുന്നെങ്കിൽ അത്രയാട്ടെ, നീ ഇങ്ങ് പോരാൻ പറഞ്ഞു. അദ്ദേഹം ഒരു ഭാവനാപരമായിട്ട് പറഞ്ഞതാണെങ്കിലും അതിന്റെ ഉള്ളടക്കം വളരെ സത്യമാണ്. ഇന്ന് നമ്മുടെയൊക്കെ തിരുവത്താഴ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരും അത് ആ ശുശ്രൂഷ ചെയ്യുന്നവരും പലരും അയോഗ്യരായിട്ടല്ലേ ചെയ്യുന്നത്. പലരും അങ്ങനെ തന്നെയാ. വർഷങ്ങളായിട്ട് അപ്പനോടും അമ്മയോടും മിണ്ടാത്ത പാസ്റ്റർമാര് തിരുവത്താഴം നുറുക്കി കൊടുക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്നിരിക്കുന്നവർ, ചിലര് ഡിവോഴ്സ് ചെയ്തവർ, ചിലര് വിവാഹമോചിതരെ വിവാഹം രണ്ടാമത് കഴിച്ചവർ, സാമ്പത്തികമായും മറ്റും അശുദ്ധിയിൽ ജീവിക്കുന്നവർ, ഇത് കൊടുക്കുന്നവരും എടുക്കുന്നവരും ഉണ്ടെന്ന് നമുക്ക് നേരിട്ടറിയാവുന്നവരില്ലേ? പക്ഷേ 1 കൊരിന്ത്യർ 11:26 മുതൽക്കുള്ള വാക്യങ്ങൾ, അല്ലെ 23 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ അയോഗ്യരായി ഇത് തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ടും എന്തേ ഒരു കുഴപ്പം ഉണ്ടാവുന്നില്ല? അടുത്ത തിരുവത്താഴത്തിന് പഴയതിനേക്കാൾ ആരോഗ്യത്തോടല്ലേ അവർ വരുന്നത്. ഒന്നുകിൽ 1 കൊരിന്ത്യർ 11 പറഞ്ഞിരിക്കുന്നത് വെറുതെ പറഞ്ഞിരിക്കുന്നതാണെന്ന് സമ്മതിക്കണം. ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞ പിള്ളേരോട് ഓർത്തില്ലേ ഉമ്മാക്കി വരുന്നെന്ന്, അതുപോലെ ഒരു ഉമ്മാക്കി ഇട്ട് പേടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കണം, വചനം സത്യമാണ്, പക്ഷേ ദൈവസാന്നിധ്യം നമുക്ക് ഇല്ല. ഇതിലേതാണ് സത്യം? രണ്ടാമത്തേത്. ഞാൻ രണ്ടാമത്തെ പക്ഷത്തില. സ്തോത്രം. കാരണം തിരുവെഴുത്ത് അക്ഷരികമായും സത്യമാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഈ സാന്നിധ്യം ഞങ്ങൾക്ക് മടക്കി തരണമേ. സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കുറെ കൂടെ ആരോഗ്യവാന്മാരായിട്ടൊക്കെ ജീവിച്ചിരുന്ന് പിന്നെയും പാപത്തിൽ മുഴുകുന്നതിനേക്കാൾ ഒരല്പം നാണക്കേടൊക്കെ ഉണ്ടായാലും സാരമില്ല, തിരുസാന്നിധ്യത്തിലേക്ക് ഞങ്ങൾക്കൊന്ന് മടങ്ങി വന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് വാസ്തവമായി ഞങ്ങളുടെ മധ്യ ഉണ്ട് എന്ന് സമൂഹത്തിന്, ലോകത്തിന് വെളിവാകുവാൻ സഹായിക്കണമേ എന്ന അപേക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാം. സ്തോത്രം. വ്യക്തമായി കാണും എന്ന് കരുതട്ടെ. അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാനോ? ശരി, മറ്റൊന്നുമില്ലെങ്കിൽ
നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. കേൾക്കാമല്ലോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് എനിക്കൊന്നത് പറഞ്ഞിട്ടുള്ളതാന്ന് തോന്നുന്നു. ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായം, അതിനകത്ത് ആ പാപിനിയായ സ്ത്രീയോട് പറയുന്നുണ്ടല്ലോ, ഇവരുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പിള്ളേരുടെ ഫേസ് ചെയ്തുകൊണ്ട്, പക്ഷെ നമുക്കറിയാം റീസൺ എന്താണ്, പാപബോധവും പശ്ചാത്താപവും പാപത്തിന്റെ വലിപ്പം അല്ല എന്നുള്ള കാര്യം പറയും. പക്ഷെ നമ്മൾ അതിനെ വചനപ്രകാരം എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം ഒരു സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അല്പം ക്ഷമിച്ചു കിട്ടിയവൻ, അങ്ങനെ ഒരു, ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ പാസ്റ്റർ? ചോദ്യം എന്തുവാന്ന് വ്യക്തമായില്ല. മനസ്സിലായില്ല. അതായത് അല്പം ക്ഷമിച്ചു കിട്ടിയവൻ അല്പമേ സ്നേഹിക്കുന്നുള്ളൂ, അധികം ക്ഷമിച്ചു കിട്ടിയവൻ അധികമായി സ്നേഹിക്കുന്നു. പക്ഷെ പാപത്തിന്റെ കണക്ക് വരുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഏറ്റക്കുറിച്ചിൽ റിയലി വരുന്നില്ലല്ലോ. പാപബോധം എന്ന് പറയുമ്പോൾ ഒരു അൺവർത്തിനെസ്സും നമ്മൾ ചെയ്ത പാപങ്ങളും അതിനോടൊപ്പം തന്നെ പൗലോസ് പറയുന്നത് പോലെ എന്നിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല എന്നുള്ള ഒരു അൺവർത്തിനെസ്സും കൂടെ ഒരുവന്റെ ലൈഫിലോട്ട് കടന്നു വരണമല്ലോ. അപ്പോൾ അവിടെ അത് വരുമ്പോൾ അല്പവും അധികവും തമ്മിൽ എങ്ങനെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ചതല്ലെങ്കിലും ഞാൻ ഒരു സെന്റൻസിൽ പറഞ്ഞു വിടാം. ഇവിടുത്തെ വിഷയം ഇപ്പോൾ ശിമോനും പരീശനായ ശിമോനും അഭിസാരികയായിരുന്ന ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഈ സ്ത്രീയുമാണ്. ഇവിടെ പാപികൾ അല്ലെങ്കിൽ പാപം എല്ലാം പാപം തന്നെയാണെങ്കിലും ഈ രണ്ടുപേരിൽ മ്ലേച്ഛകരമായ ജീവിതം നയിച്ചിരുന്നത് ഈ സ്ത്രീയാണ്, സമൂഹത്തിൽ ഉൾപ്പെടെ. ഈ ശിമോന്റെ ചിന്തയിൽ പോലും ഇവളോളം ശിമോൻ പാപിയല്ല. പാപമെല്ലാം പാപമാണെങ്കിലും ഏറ്റവും അധികം പാപങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. അത് ഓരോരുത്തർക്കും അറിയാം. പൗലോസ് എന്ന് പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. യേശു രക്ഷിക്കാൻ വന്ന പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നെ രക്ഷിച്ചിട്ടേ ഉള്ളൂ, വേറെ ആരെങ്കിലും എന്നാ പൗലോസ് വന്നതിന്റെ അർത്ഥം. ഓരോ പാപിക്കും ആ ഒരു പാപബോധം ഉണ്ടാകണം. തങ്ങളുടെ പാപത്തിന്റെ ഗൗരവം, ദൈവപുത്രനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വലിച്ചിറക്കാനും പരിശുദ്ധനായ ദൈവപുത്രനെ പാപിയെ പോലെ അല്ല പാപമാക്കി ക്രൂശിൽ തറയ്ക്കാനും പര്യാപ്തമായിരുന്നു എൻ്റെ പാപം എന്ന ബോധ്യം ഓരോ പാപിക്കും ഉണ്ടാകണം. അപ്പോൾ തന്നെ ഓരോരുത്തരും പാപത്തിന്റെ വിവിധ തലങ്ങളിൽ ജീവിക്കുന്നവരാണ്. ഒരു സാധാരണപ്പെട്ട ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിക്ക് അയാളെ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു. പൊതുവെ എടുത്തു പറയത്തക്ക പാപത്തിന്റെ ലിസ്റ്റൊന്നും ആ പുള്ളി ചെയ്തിട്ടില്ല. മനുഷ്യനെന്ന നിലയിൽ പാപിയാണെന്ന് മാത്രം. എന്നാൽ അതല്ല സകലവിധമായ പാപപ്രവൃത്തികളിലും ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിൽ സംഭവിക്കുന്നു. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്ത്രീ ശിമോനേക്കാളും മറ്റ് സാധാരണപ്പെട്ട മനുഷ്യരെക്കാളും ആഴമേറിയ പാപങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അവൾക്ക് മറ്റ് യാതൊരു നിബന്ധനകളുമില്ലാതെ യേശുക്രിസ്തുവിലൂടെ പാപക്ഷമ ലഭിച്ചപ്പോൾ ഇത്രയും ഹീനമായ ജീവിതം നയിച്ച തനിക്ക് ദൈവത്തിങ്കലേക്ക് സൗജന്യമായി കിട്ടിയ പ്രവേശനം എന്നത് അവളെ സംബന്ധിച്ച് വർണ്ണനാതീതമാണ്. ന്യായപ്രമാണം അനുസരിച്ച്
ശീമോനെ കല്ലെറിയാൻ വ്യവസ്ഥയില്ല. പക്ഷെ ഈ സ്ത്രീയെയോ കല്ലെറിഞ്ഞ് കൊല്ലാനാണ് നിയമം. ന്യായപ്രമാണം അനുസരിച്ച് ശീമോന് വധശിക്ഷയില്ല, ഇവൾക്ക് വധശിക്ഷയാ. ന്യായപ്രമാണം അനുസരിച്ച് ശീമോന് സമൂഹ ഭ്രഷ്ടില്ല, ഈ സ്ത്രീക്ക് സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട. ആ ആഴമാണ് അവിടെ വ്യത്യാസം. പാപമെല്ലാം പാപമാണെങ്കിലും പാപത്തിന്റെ അടിത്തട്ടിന് പല തട്ടുകളുണ്ട്, അല്ലെങ്കിൽ പാപത്തിന്റെ ആഴത്തിന് പല തട്ടുകളുണ്ട്. ഞാനായിരുന്ന പാപത്തിന്റെ അവസ്ഥയെക്കുറിച്ചും എനിക്ക് ലഭിച്ച പാപക്ഷമയുടെ ആഴങ്ങളെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് അതിനനുസരിച്ച് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്. എന്നാൽ ഞാൻ വലിയ പാപിയൊന്നും അല്ലായിരുന്നു, എന്നൊരു മര്യാദക്കാരനായിരുന്നു, പിന്നെ മനുഷ്യനായിട്ട് ജനിച്ചു പോയതുകൊണ്ടുള്ള പാപമേ ഉള്ളൂ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് കർത്താവിനോട് അത്ര വലിയ സ്നേഹമൊന്നും തോന്നില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഓരോരുത്തർക്കും ആഴത്തിലുള്ള പാപബോധം ഉണ്ടാവുകയും തങ്ങൾക്ക് ലഭിച്ച പാപക്ഷമയുടെ ആഴങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്താൽ പാപവിമോചകനെ ഈ സ്ത്രീയെ പോലെ ആഴത്തിൽ സ്നേഹിപ്പാൻ ഇടയാകും. യേശുവിന്റെ ശിഷ്യന്മാരിൽ തന്നെ, അല്ലെങ്കിൽ ശിഷ്യകളിൽ തന്നെ യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മഗ്ദലക്കാരത്തി മറിയ. അമ്മ ഉൾപ്പെടെ ഉള്ളവർ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞപ്പം വീട്ടിൽ പോയിട്ടും ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് തോട്ടത്ത് നിൽക്കുക ഒറ്റയ്ക്ക്. കൊച്ചുവെളുപ്പം കാലത്ത് ഒരു മനുഷ്യൻ അവിടെ വന്ന് എന്തിനാ കരയെന്നും ചോദിച്ചപ്പം പറയുക, യജമാനെ എവിടെ അവനെ വെച്ചത്, ഞാൻ അവനെ കൊണ്ടുപോക്കളാമെന്ന്. ഒരു സ്ത്രീക്ക് ഒക്കുന്ന കാര്യമാണോ മരിച്ച ഒരു പുരുഷന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാൻ? പക്ഷെ അവളുടെ സ്നേഹം കണ്ടോ, കല്ലറ വിട്ടുപോകാൻ അവൾക്ക് വയ്യ. കാര്യം എന്താ? അവൾ പറയും, നിങ്ങളുടെയൊക്കെ എത്രമാത്രം പാപം ക്ഷമിച്ചെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനായിരുന്ന ഭൂതഗ്രസ്തയായ അവസ്ഥയും പാപഗ്രസ്തയായ അവസ്ഥയും എനിക്കറിയാം. ആ ആഴത്തിൽ നിന്നാണ് എന്നെ യേശു വിടുവിച്ച് ഈ പരുവത്തിലാക്കിയത്. എനിക്ക് അവനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും അധികമായി നാം ആയിരുന്ന പാപത്തിന്റെ ആഴവും നമ്മോട് കാണിച്ച ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ഉയരവും, ഇത് രണ്ടും മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് ദൈവത്തെ ശരിയാവണ്ണം സ്നേഹിപ്പാനും ഭക്തിയോടെ ജീവിക്കാനും സാധിക്കുകയുള്ളൂ. സ്തോത്രം. Until and unless we understand how deep were our state in sinfulness and how high was the love of God that sought me out, we cannot love the Lord as we are ought to love. അതാണ് കർത്താവ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം. യെസ്, നമ്മുടെ പാപത്തെക്കുറിച്ച് ലഘുവായിട്ടേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ രക്ഷയെക്കുറിച്ചും രക്ഷകനെക്കുറിച്ചും നമുക്ക് ലഘുവായിട്ടേ ചിന്തിക്കാൻ പറ്റും. ഇപ്പം ഒരു സാധാരണ പനി സുഖമായി പ്രാർത്ഥിച്ച് സുഖമെന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ വെയിറ്റ് ഒന്നും തോന്നത്തില്ല. അതേസമയം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മള് ആ മോളെ ഷെറോന് വേണ്ടി പ്രാർത്ഥിച്ചു. ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ ആ ഏതാണ്ട് ഒരു ടേബിളിൽ നിന്ന് ദൈവം പൊക്കിയെടുത്ത് സൗഖ്യമാക്കി വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ രോഗത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നവർക്ക് ആ സൗഖ്യത്തിന്റെ ഗൗരവവും കൂടെ മനസ്സിലാകും. രോഗത്തിന്റെ ഗൗരവം മനസ്സിലാകാത്തവർക്ക് ആ സൗഖ്യത്തിന്റെ ഗൗരവവും അത്രക്കത്രേ മനസ്സിലാവുകയുള്ളൂ. ഇതുപോലെ തന്നെ പാപത്തിന്റെ ഗൗരവം, പാപത്തിന്റെ ആഴം നാം മനസ്സിലാക്കുമ്പോഴേ രക്ഷയുടെ ഉയരം, ദൈവസ്നേഹത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി പാസ്റ്റർ. ഞാൻ ചോദിക്കാൻ കാര്യം, എനിക്ക് കാര്യം അറിയാം, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നെന്നും സഭയിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇത് തന്നെയാണ്. നമ്മൾ പാപത്തെ
മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ആണ് ഏറ്റവും വലിയൊരു വിഷമം. Yeah, പിന്നെ ഞാൻ നമ്മൾ സഹോദരങ്ങളോടൊക്കെ എന്റെ കത്തോലിക്ക സഹോദരങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവര് പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ്. നമ്മൾ പാപത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് പറയുമ്പോഴും സ്നാനപ്പെടണമെന്ന് പറയുമ്പോഴും അവര് പറയുന്ന വലിയൊരു എക്സ്ക്യൂസ് ആണ്, ഓ ഞങ്ങളൊന്നും അത്ര വലിയ പാപികളൊന്നുമല്ല. അപ്പൊ അത് പാപത്തെ ലഘുവായി കാണുക എന്നുള്ളത് ഭയങ്കര ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലെ തിരുവത്താഴ ശുശ്രൂഷകളിൽ മിക്കപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ പാപമാണ് യേശുവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതിന് പര്യാപ്തമായിരുന്നു എന്റെ പാപം എന്ന തിരിച്ചറിവ് വേണം. ഹിന്ദിയിൽ ഞങ്ങളൊരു പാട്ട് പാടും, ജോ ക്രൂസ് പേ കുർബാ ഹേ. അതിൽ ഒരു സ്റ്റാൻസ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനുണ്ടായ ഈ കഷ്ടതകളൊക്കെ മേനെ ഹി കരായ ഹേ. ഞാനാണ് യേശുവിന്റെ മേൽ ഈ പങ്കപ്പാടുകളെല്ലാം വരുത്തി തീർത്തതെന്ന ഒരു ബോധം ആഴത്തിൽ നമുക്ക് ഉണ്ടാകാത്തിടത്തോളം നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റില്ല, ദൈവ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റില്ല, നമുക്ക് ലഭിച്ച രക്ഷയുടെ ശ്രേഷ്ഠതയും തിരിച്ചറിയാൻ സാധ്യമാവുകയില്ല. അത് നാം എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കേൾവിക്കാരുടെ ഹൃദയത്തിനകത്ത് ആഴമേറിയ പാപബോധമുണ്ടാകണം. സ്തോത്രം. ആഴമേറിയ പാപബോധം. അതുണ്ടാകാത്തിടത്തോളം ദൈവസ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മുടെ പാട്ടുകളിലും പ്രാർത്ഥനകളിലും ഒക്കെ അങ്ങനെ വേണം. സ്തോത്രം. Yes, of course, മോളെ. That's why God made all men under sin through the provision of the law. ന്യായപ്രമാണത്താൽ സകല മനുഷ്യരെയും പാപത്തിന്റെ കീഴിൽ അടച്ചു കളഞ്ഞത് ഈ ഒരു ബോധം വരുത്താൻ. ഇസ്രായേൽ ഉൾപ്പെടെ, ഇസ്രായേൽ മക്കൾക്കും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. യഹൂദൻ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, ഞങ്ങൾ കുഴപ്പമില്ലാത്തവരാ. പക്ഷേ പൗലോസ് റോമലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞു, ജെന്റൈൽ വേൾഡ്, ജാതീയ ലോകം മുഴുവനും പാപത്തിന്റെ അടിത്തട്ടിലാണ്. 3:9 എടുത്തു വെച്ചേരെ, 3:9. 2-ാം അധ്യായത്തിൽ പറഞ്ഞു യഹൂദ ലോകം മുഴുവനും പാപത്തിന്റെ കീഴിലാണ്. ഇനി 3:9 വായിച്ചോളൂ. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൽ കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. ആകയാൽ എന്ത് നമുക്ക് വിശേഷത വല്ലതും ഉണ്ടോ? ആരായി നാം എന്ന് പൗലോസ് പറയുന്നേ? യഹൂദനാ, മനുഷ്യജാതി ഒന്നുമല്ല, യഹൂദൻ. പൗലോസ് അവിടെ പറയുകയാണ്, യഹൂദനെന്നും യവനനെന്നും ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപത്തിൻ കീഴേ. എല്ലാവരും പാപത്തിൻ കീഴേ. ആ ഒരു തിരിച്ചറിവ് സകല മനുഷ്യർക്കും ഉണ്ടാവണം. കർത്താവിനെ നമുക്ക് വേണ്ടതുപോലെ ഇന്ന് സ്നേഹിക്കാൻ കഴിയാത്തത് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. या इस दुनिया में ले आए
मेरे ही गुनाह उसको, ये जुल्म और सितम उस पर मैंने ही कराए हैं, जो ക്രൂസ് പേ കുർബാ है. വളരെ എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടാണ്. സ്തോത്രം. ചോട്ടു മോളെ അതൊന്ന് പാടണേ, ആ സ്റ്റാൻസ. അത് പാടി നമുക്കിന്ന് അവസാനിപ്പിക്കാം. ബാക്കി ചോദ്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വരുത്തേണ്ടത് ഈ പാപബോധമാണ്. ഈവൻ ഈ പാപബോധം വരാതെ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും തിരുവത്താഴത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് പോലും ഈ ദൈവസാന്നിധ്യം ആഴത്തിൽ അനുഭവിക്കുവാൻ കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെയുള്ള പാപബോധത്തിന്റെ അവസ്ഥയും ദൈവസ്നേഹത്തിന്റെ തിരിച്ചറിവും ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആഴവും അധികം ഉണ്ടാകും. അത് ഈ നാളുകളിൽ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാട്ടിന്റെ ആ ഇരടി പാടി നാം നിർത്തുന്നു. മോളെ വിൽസി. इस दुनिया में ले आए मेरे ही गुनाह उसको, मेरे ही गुनाह उसको, ये ज़ुल्म और सितम उस पर मैंने ही कराया है, मैंने ही कराया है, जो क्रूस पे कुर्बान है वो मेरा मसीहा है, हर ज़ख्म जो उसका है वो मेरे गुनाह का है, जो क्रूस पे कुर्बान है वो मेरा मसीहा है, हर जख्म जो उसका है वो मेरे गुनाह का है, वो मेरे गुनाह का है. താങ്ക് യു മോളെ. നാം പാടിയതുപോലെ നമ്മുടെ പാപങ്ങളാണ് കർത്താവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ക്രൂശിൽ തറപ്പിച്ചു കൊന്നത് എന്ന തിരിച്ചറിവോടെ നമ്മുടെ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് നമ്മുടെ ശിഷ്ടകാലം കഴിപ്പാൻ നമ്മെ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സോണി ബ്രദർ തന്നെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കുകയും ബാബു അങ്കിള് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.